ഹലോ, ഗുഡ് ഈവനിങ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എൻകൗണ്ടറിലെ ചർച്ച നിങ്ങൾ കണ്ടല്ലോ. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ വിഷയം തന്നെയാണ് കേരളം മുഴുവൻ ഇപ്പോൾ ചർച്ചയ്ക്കായി ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ പ്രൈം ടൈം അതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. രാഹുൽ മാങ്കുട്ടത്തിലാണ് ഈ സായനത്തിലെ ഏറ്റവും വലിയ വിഷയം. പ്രൈം ടൈം ആരംഭിക്കുന്നു. പ്രൈം ടൈമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഈ സായനത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. പ്രൈം ടൈം തുടരുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ലൈംഗികാരോപണത്തിൽ നിർണായകമായ നീക്കവുമായി പരാതിക്കാരി. രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. പുതിയ ശബ്ദരേഖ ഉൾപ്പെടെ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നീക്കം. അതിജീവിതയുടെ മൊഴി ഇപ്പോൾ പോലീസ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തുകയാണ്. ഷെബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്നും മൊഴിയെടുപ്പിൻ്റെ വിശദാംശങ്ങളുമായി ചേരുന്നു. അതുപോലെ ഈ അതിജീവിത ഇന്ന് മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിൻ്റെ വിവരങ്ങളുമായി റിനു ശ്രീധർ ചേരും. അതുപോലെ പ്രതിരോധത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണ് കോൺഗ്രസിന് മുന്നിൽ അവശേഷിക്കുന്നത്, ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരും. അതുപോലെ പാലക്കാട് നിന്നുള്ള MLA-യുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി MLA ഓഫീസൊക്കെ പൂട്ടിയിട്ടു എന്നാണ് പറയുന്നത്. ഓഫീസിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഐഷത്തുൽ ഷംന നമുക്കൊപ്പം ചേരും. ആദ്യം റിനു ശ്രീധറിലേക്ക്. റിനു, ഇന്ന് മുഖ്യമന്ത്രിയുമായി അതിജീവിത കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷമാണോ കാര്യങ്ങൾക്ക് ഇത്ര ശരവേഗം കിട്ടിയത്? 2 ദിവസങ്ങൾക്ക് മുമ്പാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായിട്ടുള്ള കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇരയായ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ യുവതിയുടെ ശബ്ദ സംഭാഷണങ്ങളൊക്കെ തന്നെ നാം അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത്. അതിനു പിന്നാലെ ഇന്ന് ഉച്ചയോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിലെത്തിയാണ് ഈ യുവതി പരാതി നൽകിയത്. പരാതിക്കൊപ്പം എല്ലാ തരത്തിലുള്ള തെളിവുകളും, നിലവിൽ ഇതുവരെ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന തെളിവുകൾ, അതിനപ്പുറമുള്ള തെളിവുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറി എന്നുള്ളതാണ്. അതിനുശേഷം ADGP, ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുകയും ഈ തെളിവുകളെല്ലാം തന്നെ കൈമാറുകയും ചെയ്തു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതിനെ തുടർന്ന് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുവാൻ വേണ്ടി തീരുമാനിച്ചു. കേസെടുത്തു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അറസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ട്. MLA ആയതുകൊണ്ട് തന്നെ സ്പീക്കറുടെ അനുമതി വേണമോ എന്നുള്ളതാണ്. ഇതൊരു ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ഈ സ്പീക്കറുടെ അനുമതി വേണ്ട എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വരും മണിക്കൂറുകളിൽ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാകും എന്നുള്ളതാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച് ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം റൂറൽ SP ഓഫീസിൽ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണവും വന്നിട്ടുണ്ട്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ പറഞ്ഞത് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ്. അതേസമയം VD സതീശൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും നൽകുവാൻ വേണ്ടി തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് നേരത്തെ തന്നെ MLA സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത്. K. മുരളീധരൻ അടക്കം രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഈ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ADGP H. വെങ്കടേഷ് തന്നെ നേതൃത്വത്തിൽ തന്നെ നേരിട്ടൊരു അന്വേഷണത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ ഈ കേസിന്റെ മെറിറ്റ് അല്ലെങ്കിൽ നൽകിയിരിക്കുന്ന പരാതിയുടെ എല്ലാം തന്നെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും രാഹുൽ മാങ്കൂട്ടം ഹൈക്കോടതിയിലേക്ക് പോകുക എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നടപടികൾ തുടങ്ങി. കൊച്ചിയിൽ ഒരു അഭിഭാഷകനെ രാഹുൽ മാങ്കൂട്ടം കണ്ടു എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. നിലവിൽ എന്തായാലും ഈ യുവതിയുടെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സർക്കാർ വലിയ ഒരു ഇടപെടലിലേക്ക് പോയിരിക്കുന്നു. കേസ് രജിസ്റ്റർ ചെയ്തുള്ള അന്വേഷണം നമുക്കറിയാം. നിലവിൽ ക്രൈംബ്രാഞ്ച് ഒരു അന്വേഷണ സംഘം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നിലവിൽ ഈ പെൺകുട്ടിയുടെ എഴുതിയുള്ള പരാതി ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ പെൺകുട്ടി നേരിട്ട് തന്നെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ പരാതിയുടെ കൂടി അടിസ്ഥാനത്തിൽ എന്തായാലും MLA അറസ്റ്റ് ചെയ്തുള്ള നടപടികളിലേക്ക് ക്രൈംബ്രാഞ്ച് പോകും. SKN. ഓക്കെ, റിനു ശ്രീധറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി തിരുവനന്തപുരത്ത് ഈ പെൺകുട്ടിയുമായി മൊഴിയെടുപ്പ് തുടരുകയാണ് ക്രൈംബ്രാഞ്ച്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷെബീദ് റാവുത്തർ ടെലിഫോണിൽ ചേരുന്നു. പറയൂ ഷെബീദ്. വളരെ നിർണായകമായിട്ടുള്ള മണിക്കൂറുകൾ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ലൈംഗികാരോപണ വിവാദത്തിലെ പോലീസ് അന്വേഷണം പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമ്മൾ ഈ വാർത്ത പുറം ലോകത്തെ അറിയിച്ച ഏതാണ്ട് 3 മണിക്കൂർ തികയും മുൻപ് പെൺകുട്ടിയുടെ മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് ഗൗരവത്തോടെ പോലീസ് കടക്കുന്നു. നമ്മൾ അല്പസമയത്തിനുള്ളിൽ പലതരത്തിലുള്ള വിവരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ തന്നെ അല്പസമയത്തുള്ള വിവരങ്ങളടക്കം പുറത്തേക്ക് വിടും. പ്രത്യേകിച്ച് ഈ പരാതിയുടെ സ്വഭാവം അടക്കമുള്ള കാര്യം, പീഡനം, ഗർഭചിത്രം, വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഈ പരാതിയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.
കാരണം അല്പസമയം മുൻപാണ് തിരുവനന്തപുരം റൂറൽ എസ് പിയുടെ നേതൃത്വത്തിൽ ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തൽ ആരംഭിച്ചത്. ഈ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ അടുത്ത നടപടി ഇതുമായി ബന്ധപ്പെട്ട തെളിവ് ശേഖരണമാണ്. പെൺകുട്ടി ഫോൺ വിവരങ്ങളടക്കം മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു. പ്രത്യേകിച്ച് വാട്സ്ആപ്പ് ചാറ്റുകൾ, ഓഡിയോ കോളിന്റെ റെക്കോർഡുകൾ, മറ്റു ശബ്ദ സന്ദേശങ്ങൾ, വാട്സ്ആപ്പ് ഓഡിയോകൾ ഇതടക്കമാണ് മുഖ്യമന്ത്രിക്ക് ഇന്ന് വൈകിട്ട് 4:40 പെൺകുട്ടി കൈമാറിയത്. ഇതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് ഇതിനോടകം തന്നെ ശേഖരിച്ചിട്ടുണ്ട്. കൂടാതെ ഈ ഗർഭചിത്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് പുറത്ത് ബാംഗ്ലൂരിലെ ഒരു ആശുപത്രിയിൽ നിന്ന് നേരത്തെ തന്നെ പോലീസ് വിവരം തേടിയിരുന്നു. ഇതും ഈ കേസന്വേഷണത്തിൽ നിർണായകമാകും. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന മൊഴി രേഖപ്പെടുത്തൽ അത് കഴിഞ്ഞാലുടൻ ശാസ്ത്രീയ പരിശോധനയിലേക്ക് ഇന്ന് തന്നെ കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. FIR വീണാലുടൻ ശാസ്ത്രീയ പരിശോധന ഉണ്ടാകും. ആ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷം നിലവിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തലിന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. മാത്രവുമല്ല, ഈ പെൺകുട്ടി നൽകുന്ന മൊഴി അത് രാഹുൽ മാങ്കൂട്ടത്തലിന് കുരുക്കാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് കോടതിയിൽ പോയി ചലഞ്ച് ചെയ്യാം. പക്ഷേ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ തടയുക ഏതു വഴിയിലായിരിക്കും എന്നുള്ളതും സംശയാസ്പദമാണ്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒളിവിലാണ്. ഹൈക്കോടതിയിലെ രണ്ട് പ്രമുഖ അഭിഭാഷകരുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിനോടകം തന്നെ ബന്ധപ്പെട്ടു കഴിഞ്ഞു എന്ന രാഹുലിന്റെ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ മുൻകൂർ ജാമ്യവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും. പക്ഷെ അപ്പോഴും ഈ പെൺകുട്ടി ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന മൊഴി അത് രാഹുലിന്റെ തലവര എഴുതുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രത്യേകിച്ച് അവർ പറയുന്ന കാര്യങ്ങൾ, അവർക്കിനിയും പുറത്തുവിടാനുള്ള ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് നിർണായകമാകും. മാത്രവുമല്ല, നാളെ തന്നെ ഈ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന കാര്യത്തിലേക്ക് അന്വേഷണ സംഘം അതല്ലെങ്കിൽ പോലീസ് കടക്കും. അതേസമയം പോലീസ് തലപ്പത്ത് തിരക്കിട്ട പലതരത്തിലുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ട്. ഒരു പക്ഷേ ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയുടെ നേതൃത്വത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘം ഉണ്ടായാലും അത്ഭുതപ്പെടാനില്ല. ആ തീരുമാനം ഇന്ന് വൈകിട്ട് 10 മണിക്കുള്ളിൽ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ആ നീക്കങ്ങൾ അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഒരു പക്ഷേ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട IPS ഉദ്യോഗസ്ഥ നേതൃത്വം കൊടുക്കുന്ന ഒരു കേസായി ഈ കേസ് മാറുകയും ചെയ്യും. ഏതായാലും രാഹുൽ ഇതുവരെ ഉയർത്തിയിട്ടുള്ള പ്രതിരോധത്തിന്റെ കോട്ടകൾ പൊളിഞ്ഞൊരു ദിവസമാണ് ഇന്ന്. രാഹുലിന്റെ വിശദീകരണങ്ങൾ അത് ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റയിലൂടെയും വന്നു. പക്ഷേ സത്യം ജയിക്കുമെന്ന് പറയുമ്പോൾ പോലും ഈ പെൺകുട്ടി ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ശബ്ദ സന്ദേശങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ രാഹുലിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. അതിൽ നിന്ന് രാഹുൽ എങ്ങനെ വിശദീകരണം നൽകും, കോൺഗ്രസ് ഏത് വിധത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഇതിനെ പ്രതിരോധിക്കുമെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അതിപ്പോഴും ഉയരുന്നുണ്ട്. SKM തലസ്ഥാനത്ത് തിരക്കിട്ട, പ്രത്യേകിച്ച് പോലീസ് ആസ്ഥാനത്ത് തിരക്കിട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. ആ തിരക്കിട്ട ചർച്ചകൾ രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കുന്നത് ഏത് രീതിയിൽ വേണം, രണ്ടാമത്തേത് ഈ രാഹുലിനെതിരെ ചുമത്തേണ്ട വകുപ്പുകൾ ഏതൊക്കെ, മൂന്നാമത്തേത് ആരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് SP ആയിട്ടുള്ള ഷാജിയുടെ നേതൃത്വത്തിലാണ് ഇതുവരെ ഈ സെക്കൻഡ് പാർട്ടി പരാതികളിൽ അന്വേഷണം നടന്നാൽ ഗൗരവത്തിൽ നേരിട്ടൊരു പരാതി വന്ന സാഹചര്യത്തിൽ ഒരു പുതിയ അന്വേഷണ സംഘം നമുക്ക് വരും മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് തൊട്ടടുത്ത മണിക്കൂറിൽ പക്ഷേ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമുക്കിപ്പം ടെലിഫോണിൽ ചേർന്ന് ഷബീദ് റാവുത്തറാണ്. അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഴുവൻ ശ്രദ്ധയും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് നീങ്ങുകയാണ്. കേരളം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു വിവാദമായി അത് പടർന്നിരിക്കുന്നു. ശ്രീജിത്ത്, കോൺഗ്രസിൻ്റെ പുതിയ നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് പറയാൻ നമുക്കൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. പറയൂ ശ്രീജിത്ത്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. നമസ്കാരം. കോൺഗ്രസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വന്നിരിക്കുന്ന പരാതിയെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. കാരണം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ഇടയിൽ വന്നിരിക്കുന്ന ഈ പരാതിയും മറ്റ് നടപടികളും UDFന്റെ കോൺഗ്രസിന്റെ ഈ പ്രചരണത്തിന്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മേൽക്കൈ നേടുമെന്നതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ആശങ്ക. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന പരാതി കേവലം ലൈംഗിക പീഡന പരാതിയല്ല. എന്നാൽ നേരത്തെ ഷബീദ് റാവുത്തർ സൂചിപ്പിച്ച പോലെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു, സമ്മർദ്ദം ചെലുത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്താൻ പോകുന്നത്. അതാണ് യുവതി അതിജീവിതം നൽകിയ പരാതിയിലെ പ്രധാനപ്പെട്ട കാര്യമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അലയടിക്കുമ്പോൾ UDF ഉയർത്തിക്കൊണ്ടുവന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പോലെയുള്ള സർക്കാരിന്റെ കെടുകാര്യസ്ഥത പോലുള്ള അല്ലെങ്കിൽ സർക്കാരിന്റെ മറ്റ് വീഴ്ചകൾ പോലുള്ള കാര്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെടുകയും ഈ വിഷയം പ്രധാന വിഷയമായി പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുകയും ചെയ്യും. അതാണ് UDF നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി. ഇതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ അറസ്റ്റും മറ്റു നടപടികളിലേക്കും കടന്നാൽ അതിനെ എങ്ങനെ നേരിടണം എന്നതിനെ സംബന്ധിച്ചും കോൺഗ്രസ് രംഗത്ത് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. എന്നാൽ അദ്ദേഹത്തെ പുറത്താക്കുകയും MLA സ്ഥാനം രാജിവെപ്പിക്കുകയും ചെയ്യണമെന്ന ആവശ്യം ഇപ്പോൾ തന്നെ ഉയരുന്നുണ്ട്. മാത്രമല്ല, സ്വർണ്ണപ്പാളി കേസിൽ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നതിന് പിന്നാലെ നടപടിയെടുക്കണമെന്ന് CPIMനോട് കോൺഗ്രസ് ആവശ്യപ്പെടുകയാണ്. എന്നാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിങ്ങൾ എന്ത് ചെയ്തു എന്ന ചോദ്യം തിരിച്ചു വരുമ്പോൾ വീണ്ടും കോൺഗ്രസും UDFും പ്രതിരോധത്തിലാവും. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ സജീവമായി കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നു. നിയമപരമായി കാര്യങ്ങൾ പോകട്ടെ. പാർട്ടി ഇപ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തു എന്ന പ്രതികരണമാണ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് നടത്തിയത്.
താങ്ക് യു ആർ ശ്രീജിത്ത്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കാണാനില്ല എന്ന രീതിയിലുള്ള വാർത്ത കൂടി പരക്കുകയാണ് കേരളത്തിൽ. പാലക്കാട് MLA ഓഫീസ് പൂട്ടിയിട്ട് കഴിഞ്ഞു. ഐഷുത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുകയാണ്. ഷംന, അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയുണ്ടോ? രാഹുൽ എവിടെ? തീർച്ചയായും എസ്കെൻ, രാഹുൽ എവിടെ എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം UDF സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി വളരെ സജീവമായി തന്നെ രാഹുൽ രംഗത്തുണ്ടായിരുന്നു. വീട് കയറി ഇറങ്ങി പ്രചാരണത്തിനുണ്ടായിരുന്നു. അപ്പോഴൊക്കെ മാധ്യമപ്രവർത്തകരുടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിനൊക്കെ മറുചോദ്യം കൊണ്ട് പ്രതിരോധം തീർക്കുകയായിരുന്നു. അതായത് അങ്ങനെ ഒരു ആരോപണമുണ്ടെങ്കിൽ പരാതി എവിടെ, നിയമപരമായി തന്നെ നേരിടാം, പരാതി എവിടെ എന്നൊക്കെയായിരുന്നു തിരിച്ചു ചോദിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഈ അതിജീവിത പരാതി നൽകിയതിന് പിന്നാലെ ഈ MLA കാണാനില്ല എന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇന്ന് വൈകിട്ട് വരെ MLAക്ക് കണ്ണൂർ ഉൾപ്പെടെയുള്ള ചില വാർഡുകളിൽ പ്രചാരണത്തിന് ഇറങ്ങിയിരുന്നു. അതിനുശേഷം പിന്നീട് കണ്ണാടിയിൽ ഉണ്ടായിരുന്നു എന്നതാണ് വിവരം. പക്ഷേ അതിനുശേഷമാണ് പിന്നെ ഈ യുവതി പരാതി നൽകിയതായുള്ള വിവരം വരുന്നത്. പക്ഷേ പിന്നീട് MLA എവിടെ എന്ന് അറിയില്ല. MLA ഓഫീസിലെത്തിയപ്പോൾ ഓഫീസ് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു നമ്മൾ കണ്ടത്. ഒപ്പം തന്നെ ഈ കണ്ണാടിയിൽ ഉൾപ്പെടെ നമ്മൾ MLA അന്വേഷിച്ചെത്തിയിരുന്നു. അപ്പോഴൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇനി പാലക്കാട് ജില്ലയിൽ തന്നെ MLA ഉണ്ടോ എന്നതിനാണ് ഉത്തരം കിട്ടേണ്ടത്. മറ്റൊന്നുള്ളത്, നേരത്തെയൊക്കെ രാഹുൽ പ്രതിരോധം തീർത്തിരുന്നത് ചില മറുചോദ്യങ്ങൾ കൊണ്ടാണ്. അതായത് നിയമപരമായി തന്നെ നേരിടും, പരാതി എവിടെ, ഇത്തരം ആരോപണങ്ങൾ ഓഡിയോകളൊക്കെ പുറത്തു വരുന്നു എന്ന് പറയുമ്പോൾ പോലും എന്തുകൊണ്ട് യുവതി പരാതി നൽകുന്നില്ല എന്നൊക്കെയായിരുന്നു രാഹുൽ ചോദിച്ചിരുന്നത്. പക്ഷെ അതിനൊക്കെ ഉത്തരമാകുന്നു, യുവതി പരാതി നൽകുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ MLA ഉത്തരം നൽകാൻ MLA കാണുന്നില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും ഇപ്പോൾ MLA ഓഫീസിന് മുമ്പിൽ ആണ് നമ്മൾ ഉള്ളത്. DYFI പ്രതിഷേധവുമായി അല്പസമയത്തിനകം ഈ MLA ഓഫീസിലേക്ക് എത്തും. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധ മാർച്ചായിട്ടായിരിക്കും DYFI എത്തുക. അതിന് കൃത്യമായ ഒരു സുരക്ഷ പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ട്. ഈ MLA ഓഫീസിന് മുമ്പിൽ പോലീസുകാർ സുരക്ഷിതമായി തന്നെ നിൽക്കുന്നുണ്ട്. അത്തരം എന്തായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധങ്ങൾ കനക്കാനാണ് സാധ്യത. നേരത്തെ തന്നെ DYFIയും BJPയും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധം കനപ്പിക്കുമെന്ന് നേരത്തെ തന്നെ അറിയിച്ചതാണ്. പക്ഷെ അപ്പോഴൊക്കെ ഈ MLA ഒരു കൂസലുമില്ലാതെ, അതായത് പരാതി നിയമപരമായി തന്നെ ഞാൻ നേരിടും, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷെ എന്തായാലും ഇപ്പോൾ പരാതി വന്നിരിക്കുന്നു. മറ്റൊന്ന്, പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയെന്നൊരു ആരോപണമുണ്ടായിരുന്നു. അതായത് ഈ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളൊക്കെ രാഹുൽ പ്രചരണത്തിന് ഇറങ്ങേണ്ടതില്ല എന്ന് പറഞ്ഞിട്ട് പോലും അന്ന് അതേ ദിവസം തന്നെ രാഹുൽ പ്രചരണത്തിന് ഇറങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നീട് പിന്തുണച്ചെത്തി. അപ്പോഴൊക്കെ എല്ലാവരും എന്റെ നേതാക്കളാണ്, രമേശ് ചെന്നിത്തലയായാലും സുധാകരനാണെങ്കിലും VD സതീശനാണെങ്കിലും ഒക്കെ എന്റെ നേതാക്കളാണ്. തന്നെ MLA ആക്കാൻ പ്രവർത്തിച്ച സാധാരണക്കാരായ പ്രവർത്തകർക്ക്, പാർട്ടി പ്രവർത്തകർക്ക് അവർ മത്സരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അവരെ ജയിപ്പിക്കാൻ വേണ്ടി തനിക്ക് കാല് കുത്തി നടക്കാൻ കഴിയുന്ന കാലത്തോളം കാല് കുത്തി നടക്കും, പ്രചരണത്തിന് ഇറങ്ങും, വീട് കയറി ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞതായിരുന്നു MLA. പക്ഷേ ഇന്ന് പരാതി ഉയർന്നതിന് പിന്നാലെ, പരാതി നൽകിയതിന് പിന്നാലെ MLA അങ്ങനെ പ്രചരണത്തിന് കണ്ടിട്ടില്ല, ഈ വാർഡിൽ കണ്ടിട്ടില്ല, ജില്ലയിൽ പോലും കാണുന്നില്ല. ഇനി എവിടെ എന്നതാണ് ചോദ്യം. ഇപ്പോഴിതാ DYFIയുടെ പ്രതിഷേധം MLA ഓഫീസിലേക്ക് എത്തുകയാണ്. വലിയ രീതിയിലുള്ള ഒരു പ്രകടനമായിട്ടാണ് DYFI പ്രവർത്തകർ MLA ഓഫീസിലേക്ക് എത്തുന്നത്. പോലീസിന്റെ വലിയൊരു സുരക്ഷ ഇവിടെ ഉണ്ട്. MLA ഓഫീസിന് മുമ്പിൽ സുരക്ഷ തീർത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ മറികടന്നുകൊണ്ട് നേരത്തെ ഈ MLA ഓഫീസിലേക്കുള്ള വഴി ബാരിക്കേഡ് വെച്ചൊക്കെ പോലീസ് തടഞ്ഞിരുന്നു. പക്ഷെ അതൊക്കെ മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ DYFI പ്രവർത്തകർ MLA ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഇതാ വലിയ പ്രകടനമായി തന്നെ DYFI പ്രവർത്തകർ എത്തിയിരിക്കുകയാണ്. കയ്യിൽ റീത്ത് പിടിച്ച് രാഹുലിനെതിരെയുള്ള മുദ്രാവാക്യം വിളിച്ച് രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിയാണ് DYFI പ്രവർത്തകർ ഇപ്പോൾ MLA ഓഫീസിന് മുമ്പിൽ, രാഹുലിന്റെ ഓഫീസിന് മുമ്പിൽ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു കനത്ത സുരക്ഷ തന്നെ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. കാരണം MLA ഓഫീസിന് നേരെ ഒരു അതിക്രമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കൃത്യമായ സുരക്ഷ നിരവധി പോലീസുകാരെത്തി ഒരുക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വഴിയിലേക്കുള്ള MLA ഓഫീസിലേക്കുള്ള വഴിയിലൊക്കെ ബാരിക്കേഡ് വെച്ച് അവിടെയൊക്കെ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. പക്ഷെ അതൊക്കെ തകർത്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അതൊക്കെ മറികടന്നുകൊണ്ടാണ് DYFI പ്രവർത്തകർ ഈ പ്രതിഷേധവുമായി എത്തിയത്. ഇപ്പോൾ രാഹുലിന്റെ MLA ഓഫീസിന്റെ മുറ്റത്തേക്ക് റീത്ത് അടക്കം വലിച്ചെറിഞ്ഞുകൊണ്ടാണ് DYFI ഈ പ്രതിഷേധം തീർക്കുന്നത്. ഒപ്പം തന്നെ നേരത്തെയൊക്കെ ഈ രാഹുൽ പ്രതിരോധം തീർത്തത് എവിടെ പരാതി എങ്ങനെ നിയമപരമായി തന്നെ നേരിടുമെന്നായിരുന്നു. പക്ഷെ അതിനൊക്കെ ഇനി രാഹുൽ എന്ത് പറയുമെന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഒപ്പം തന്നെ ഈ അതിജീവിത പരാതി നൽകിയതിനു ശേഷം രാഹുലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് താൻ കുറ്റം ചെയ്തിട്ടില്ല,
സത്യമേവ ജയതേ, സത്യം തെളിയിക്കപ്പെടും, നിയമപരമായി തന്നെ പോരാട്ടം തുടരും എന്നായിരുന്നു FB പോസ്റ്റ്. പിന്നാലെ തന്നെ അല്പസമയത്തിന് ശേഷം പിന്നീട് ഇൻസ്റ്റഗ്രാമിലും അത്തരത്തിലൊരു പോസ്റ്റ് വരികയുണ്ടായി. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇത്തരം മറുപടി അല്ലാതെ മാധ്യമങ്ങൾക്ക് മുമ്പിലോ ജനങ്ങൾക്ക് മുമ്പിലോ ഒന്ന് വന്ന് നിൽക്കാൻ പോലും MLA തയ്യാറായിട്ടില്ല, ഒന്ന് കാണാൻ തയ്യാറായിട്ടില്ല. ഷെഡ്യൂൾ ചെയ്ത പ്രോഗ്രാമുകളിലടക്കം, അതായത് പ്രചരണ പരിപാടികളടക്കം ഇന്ന് വൈകിട്ടും കണ്ണാടി ഉൾപ്പെടെയുള്ള കണ്ണാടിയുടെ വിവിധ വാർഡുകളിലടക്കം MLAക്ക് ഉണ്ടായിരുന്നു. അതിൽ പോലും പിന്നീട് MLA പങ്കെടുത്തിട്ടില്ല. എവിടെ എന്നറിയില്ല. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പരാതി നൽകിയ സാഹചര്യത്തിൽ, യുവതി ഇത്തരത്തിൽ പരാതി നൽകിയ സാഹചര്യത്തിൽ MLA എവിടെ, ജില്ലയിൽ തുടരുന്നുണ്ടോ എന്നതാണ് അറിയേണ്ടത്. നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊക്കെ ഇത്തരം ആരോപണങ്ങൾ വിവാദങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് MLA കുറെ കാലം പിന്നെ ഈ ജില്ലയിൽ ഉണ്ടായിരുന്നില്ല. വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇപ്പോഴിതാ DYFI പ്രവർത്തകർ പ്രതിഷേധം കനപ്പിക്കുകയാണ്. അവർ MLA ഓഫീസിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുകയാണ്. അത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു സുരക്ഷ ഉണ്ടെങ്കിൽ പോലും ഗേറ്റൊക്കെ മറികടന്ന് പ്രവർത്തകർ അകത്തേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. MLA ഓഫീസിന് മുമ്പിൽ ഇതാ പ്രവർത്തകർ കുത്തിയിരുന്ന് സമരം ചെയ്യുകയാണ്. വലിയ സുരക്ഷ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ പോലും മതിൽ ചാടിയും അതിക്രമിച്ച് കയറുമൊക്കെ ഇപ്പോൾ DYFI പ്രവർത്തകർ MLA ഓഫീസിന്റെ മുറ്റത്തെത്തിയിരിക്കുന്നു. അത് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. രാഹുൽ രാജിവെച്ചേ മതിയാകൂ, എന്തിനിങ്ങനെ ഒരു MLA പാലക്കാടിന് വേണമെന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട്, രാജി ആവശ്യം ഉയർത്തിക്കൊണ്ട് അവർ എന്തായാലും വലിയ പ്രതിഷേധമാണ്. ഇപ്പോൾ ഓഫീസിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്കറിയാം, വൈകിട്ടോടുകൂടി ഈ ആരോപണം ഉയർന്നതിന് പിന്നാലെ നമ്മൾ MLA ഓഫീസിലെത്തിയപ്പോൾ തന്നെ ഓഫീസ് പൂട്ടിക്കിടക്കുന്ന നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ ഓഫീസിന്റെ മുറ്റത്ത് നിന്നും വീണ്ടും വീണ്ടും അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഒപ്പം തന്നെ DYFI കൊടി ഉയർത്തി റീത്ത് വെച്ചൊക്കെയാണ് പ്രതിഷേധം നടത്തുന്നത്. രാജി എന്ന ആവശ്യം മാത്രമാണ് അവർ ഉയർത്തുന്നത്. രാജിയിൽ കുറഞ്ഞ ഒന്നുമില്ല. ഇപ്പോൾ പ്രവർത്തകരും പോലീസും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രവർത്തകരെ അവിടെ നിന്ന് MLA ഓഫീസിൽ നിന്നും മാറ്റാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം. MLA ഓഫീസിന് മുമ്പിൽ റീത്ത് വെച്ച്, ആ വാതിലിന് മുമ്പിൽ റീത്ത് വെച്ചിരിക്കുന്നു DYFI പ്രവർത്തകർ. അങ്ങനെ പ്രതിഷേധം കനപ്പിക്കുകയാണ്. ഇങ്ങനെ ഒരു MLA നാടിന് വേണ്ട, പാലക്കാടിന് വേണ്ട എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട്, രാജ്യാവശ്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ ഇതാ പോലീസിന്റെ എല്ലാ സുരക്ഷയും മറികടന്ന് അകത്തേക്ക് കയറി MLA ഓഫീസിന്റെ വാതിലിന് മുമ്പിൽ റീത്ത് വെച്ച് പ്രതിഷേധിക്കുകയാണ്. അവരെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രതിഷേധം കനക്കുന്നു എന്നതാണ് സാഹചര്യം. നിരവധി DYFI പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് പടിക്കൽ DYFI നടത്തുന്ന പ്രതിഷേധമാണ് കണ്ടത്. പോലീസ് ബാരിക്കേഡുകൾ ഭേദിച്ച് പ്രതിഷേധക്കാർ, DYFIക്കാർ വീടിന് മുന്നിലേക്ക് ചെന്നു. അവർ വാതിലിന് മുന്നിൽ റീത്ത് വയ്ക്കുകയും ചെയ്തു. രാഹുൽ മാങ്കൂട്ടത്തിലെ കാണാനില്ല എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടും ഇങ്ങനൊരു MLA ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പ്രതിഷേധക്കാർ ഗേറ്റ് ചാടിക്കടന്ന് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് കയറിച്ചെന്ന് പോലീസ് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പോലീസും പ്രതിഷേധക്കാരുമായി ചെറിയ നേരിയ രീതിയിലുള്ള സംഘർഷം കൂടെയുണ്ട്. ഉന്തും തള്ളും നടക്കുന്നൊരു ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. പോലീസ് നല്ല രീതിയിൽ ആത്മസംയമനം പാലിക്കുന്നുണ്ട്. എന്നാൽ പ്രതിഷേധക്കാർ ഒട്ടും വിട്ടുകൊടുക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമല്ല അവിടെ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രിയപ്പെട്ട പ്രേക്ഷകർ നമുക്ക് അതൊന്ന് കാണാം. ഇവർ എന്താണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് നേരിട്ടുള്ള ചിത്രം. ഐഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ നൽകിയത്. ഷംന, വിശദാംശങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ? കാര്യം ഈ പ്രതിഷേധം വരുന്ന സാഹചര്യത്തിൽ കനത്ത സുരക്ഷയാണ് അവിടെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നാൽ പോലീസ് ബന്ദോബസ്തൊക്കെ ഭേദിച്ചാണ് ഈ പ്രതിഷേധക്കാർ വീടിനുള്ളിലേക്ക് കടന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? കനത്ത സുരക്ഷ പോലീസ് ഒരുക്കിയിരുന്നെങ്കിൽ പോലും അതെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ പ്രവർത്തകർ MLA ഓഫീസിനകത്ത് കയറിയത്. മുറ്റത്ത് കയറി റീത്ത് വെക്കുന്നു, പ്രതിഷേധം കനപ്പിക്കുന്നു. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ചെറിയൊരു സംഘർഷാവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതായത് തങ്ങൾ ഇങ്ങനെ ഒരു MLA വേണ്ട, രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സമാധാനപരമായാണ് ഈ പ്രതിഷേധം നടത്താൻ ഉദ്ദേശിച്ചത്. പക്ഷേ പോലീസ് ആവശ്യമില്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് പ്രവർത്തകർ പറയുന്നു. എന്നാൽ MLA ഓഫീസിലേക്ക് അതിക്രമിച്ചു കയറി, എല്ലാ സുരക്ഷയും മറികടന്നുകൊണ്ട് അതിക്രമിച്ചു കയറി എന്ന പോലീസിന്റെ വാദം. ഒപ്പം തന്നെ ആ ഒരു വാക്തർക്കത്തെ തുടർന്ന് ഇപ്പോൾ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ സംസാരിക്കുന്നതാണ് സാഹചര്യം. എന്തായാലും നമുക്കറിയാം, കഴിഞ്ഞ മുമ്പൊക്കെ ആരോപണം ഉയർന്ന ഘട്ടത്തിലൊക്കെ DYFIയുടെ ഭാഗത്തും BJPയുടെ ഭാഗത്തും ഒക്കെ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ
പോലും ഇന്ന് പരാതി ആദ്യമായി രാഹുലിനെതിരെ മുഖ്യമന്ത്രിക്ക് ഒരു പരാതി വരുന്നു. ആ പരാതിയെ തുടർന്നാണ് ഇപ്പോഴുള്ള പ്രതിഷേധം. അത് ഡിവൈഎഫ്ഐ കനപ്പിക്കുകയാണ്. നേരത്തെ തന്നെ ഈ ബാരിക്കേഡ് അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് അവർ MLA ഓഫീസിലെത്തിയത്. ഈ ഗേറ്റിന് മുമ്പിൽ വലിയ രീതിയിലുള്ള ഒരു പോലീസ് സുരക്ഷ ഉണ്ടായിരുന്നു. അത് മറികടന്നുകൊണ്ട് MLA ഓഫീസിന്റെ മുറ്റത്ത് കയറുന്നു, വാതിൽക്കൽ റീത്ത് വെക്കുന്നു. അങ്ങനെ പ്രതിഷേധം കനപ്പിക്കുകയാണ്. എന്തായാലും രാജി ആവശ്യം അത് തന്നെയാണ് ഉയർത്തുന്നത്. രാജി വെക്കുന്നത് വരെ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ടില്ല. ഇത്രയും കാലം MLA ഉയർത്തിയ ചോദ്യങ്ങൾ, മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുചോദ്യങ്ങൾ മാത്രം ഉയർത്തി, ഒരു ഉത്തരമില്ലാതെ മറുചോദ്യങ്ങൾ മാത്രം ഉയർത്തിയാണ് പ്രതിരോധം തീർത്തത്. നിയമപരമായി തന്നെ നേരിടട്ടെ, പരാതി എവിടെ എന്നൊക്കെയായിരുന്നു ചോദ്യങ്ങൾ. ഇന്ന് പരാതി വന്നപ്പോൾ MLA എവിടെ എന്ന് തിരിച്ചു ചോദിക്കുന്നു ഈ പ്രവർത്തകർ. എവിടെയാണ്? ഈ പാലക്കാട് ജില്ലയിൽ തന്നെയുണ്ട്. ഇത്ര ദിവസം പ്രവർത്തകർക്ക് വേണ്ടി, UDF പ്രവർത്തകർക്ക് വേണ്ടി, മുതിർന്ന നേതാക്കളുടെ ഒക്കെ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് UDF പ്രവർത്തകർക്ക് വേണ്ടി വളരെ സജീവമായി തന്നെ മണ്ഡലത്തിൽ പ്രവർത്തിച്ചിരുന്ന വിവരങ്ങൾ നൽകിയത്. ഷബീർ മണ്ണാർക്കാട് ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. ഷംന 24 അരങ്ങേറ്റം കുറിച്ച് തന്നെ രാഹുലിന്റെ പിറകെ ഓടിക്കൊണ്ടായിരുന്നു. ഇപ്പോഴും അത് തീർന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഷബീർ മണ്ണാർക്കാട് പറയുന്നത്. നമുക്കിപ്പോൾ ഷെബീദ് റാവുത്തർ കൂടി ചേരുന്നു. തിരുവനന്തപുരത്ത് അതിജീവിതയുടെ മൊഴിയെടുക്കുകയാണ് ഇപ്പോൾ. അത് അവസാനിക്കാറായോ? അതിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ഷെബീദ് റാവുത്തർ ടെലിഫോണിൽ. ഷെബീദ്, പാലക്കാട് പ്രതിഷേധം കടുക്കുകയാണ്. പോലീസുമായി നേരിയൊരു സംഘർഷം ഉണ്ടായി. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതവിടെ അങ്ങനെ നടക്കട്ടെ. ഷെബീദിന് പറയാനുള്ള കാര്യം എന്താണ്? ഇപ്പോൾ തിരുവനന്തപുരത്ത് പാലക്കാട് പ്രതിഷേധം നടക്കുമ്പോൾ തിരുവനന്തപുരത്താകട്ടെ വളരെ പ്രധാനപ്പെട്ട മൊഴിയെടുക്കൽ തുടരുകയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ ചോദിച്ചത് ആരാണ് പരാതിക്കാരി, മുഖമുള്ള പരാതിയുണ്ടോ അല്ലെങ്കിൽ പരാതി ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യമായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം. എന്നാൽ ഇപ്പോൾ അത് പൂർണ്ണമായും റദ്ദാക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല അതിൽ ഇക്കാര്യത്തിൽ ഇനി പ്രസക്തിയൊന്നുമില്ല. കാരണം നേരിട്ട്, അതായത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ശബ്ദരേഖയിൽ കേട്ട ആ പെൺകുട്ടി തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയും ആ പരാതി ഇപ്പോൾ DGP വഴി, ക്രൈംബ്രാഞ്ച് ADGP വഴി തിരുവനന്തപുരം റൂറൽ SPയുടെ മുൻപിലേക്ക് എത്തി. റൂറൽ SP ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. ആ മൊഴി രേഖപ്പെടുത്തിയാൽ തുടർ നീക്കങ്ങളിലേക്ക് കടക്കും. ആ മൊഴിയിൽ എന്തൊക്കെ ആ പെൺകുട്ടി പറയുമെന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ആ പെൺകുട്ടി ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനം, ഗർഭചിത്രം, വിവാഹ വാഗ്ദാനം നൽകി കബളിപ്പിക്കൽ തുടങ്ങിയ പരാതികളാണ് പറയുന്നതെങ്കിൽ അത് രാഷ്ട്രീയമായി കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമായി മാറും. ഇത്രയും കാലം രാഹുൽ ഉയർത്തിയ പ്രതിരോധം അത് ഏതെങ്കിലും കേവല രാഷ്ട്രീയ യുക്തിക്ക് വേണ്ടി, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ചില ആരോപണങ്ങൾ, അതിനപ്പുറത്തേക്ക് ആ ശബ്ദരേഖ രാഹുലിന്റേതാണോ അല്ലയോ എന്ന് സമ്മതിക്കാൻ പോലും അയാൾ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിലേക്ക് പോകുന്ന പരാതിയുടെ ഗൗരവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടാണ് മുഖ്യമന്ത്രിയെ പെൺകുട്ടി കണ്ട് പരാതി നൽകി 30 മിനിറ്റ് തികയും മുൻപ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് സംസ്ഥാനത്തിന്റെ ക്രൈംബ്രാഞ്ച് മേധാവി, ലോ ആൻഡ് ഓർഡർ ADGP H വെങ്കടേഷ് എത്തിയത്. അതിനുശേഷം ആ പരാതി ഉടൻ തന്നെ ഔദ്യോഗികമായി റൂട്ടിൽ കൂടി പോവുകയും ഇപ്പോൾ ആ പെൺകുട്ടിയുടെ മൊഴിയെടുക്കലിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇക്കാര്യത്തിൽ ശാസ്ത്രീയ പരിശോധന കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കും. അതിനേക്കാൾ നിർണായകമായി മാറുക മജിസ്ട്രേറ്റിന് മുൻപിൽ ആ പെൺകുട്ടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്ന നടപടിയായിരിക്കും. അക്കാര്യത്തിലേക്കും അന്വേഷണ സംഘം ഉടൻ കടക്കും. SKN. ഓക്കെ, ഷെബീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും തിരുവനന്തപുരത്ത് അതിജീവിതയുടെ മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. മൊഴിയെടുക്കുന്ന തിരുവനന്തപുരം റൂറൽ SP ആണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് നടന്ന പ്രതിഷേധം നമ്മൾ കണ്ടു. കോഴിക്കോട്ടും പ്രതിഷേധമുണ്ടായി. യുവമോർച്ചയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രവർത്തകർ രാഹുലിൻ്റെ കോലം കത്തിച്ചു. മിഥില ബാലൻ കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയും ഇതില്ല, കോഴിക്കോട്ടും കരുത്താർജിച്ച് വരുന്ന പ്രതിഷേധം, എന്താണ് വിവരങ്ങൾ? തീർച്ചയായും SKN അങ്ങനെ തന്നെയാണ് പറയാനുള്ളത്. സംസ്ഥാനത്തുടനീളം രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ രാഹുലിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ശക്തമായി ഉയരുകയാണ്. കോഴിക്കോട്ടും സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. യുവമോർച്ചയുടെ നേതൃത്വത്തിലാണ് കോഴിക്കോട് പ്രതിഷേധം ഉണ്ടായത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലാണ് രാഹുലിന്റെ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് യുവമോർച്ചയുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. യുവമോർച്ച ജില്ലാ കമ്മിറ്റിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. നാളെയും സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം കോഴിക്കോട് ജില്ലയിലും ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തുതന്നെയായാലും നമ്മൾ പാലക്കാട് കണ്ടതുപോലെ പാലക്കാടിന് സമാനമായ രീതിയിലുള്ള ഒരു പ്രതിഷേധം സംസ്ഥാനത്തുടനീളം ഉയർന്നു വരുന്നു. അത് കോഴിക്കോട്ടും ഇപ്പോൾ അല്പസമയം മുമ്പ് യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടന്നു. SKN. കാസർഗോഡ് ദേലമ്പാടിയിൽ BLOയെ കയ്യേറ്റം ചെയ്ത CPM പഞ്ചായത്ത് അംഗത്തിനെതിരെ പോലീസ് കേസെടുത്തു. 8ാം വാർഡംഗം സുരേന്ദ്രനെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തത്. ബൂത്തിലെ ഒരു വോട്ടർക്ക് നേരിട്ട് SIR ഫോം കൊടുത്തില്ല എന്നാരോപിച്ചായിരുന്നു കയ്യേറ്റം. FIR അങ്ങനെയാണ് പറയുന്നത്. അരുൺ പാറയ്ക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ അരുൺ. SKN ഗുഡ് ഈവനിങ്. SKN ഇന്ന് രാവിലെ 10 മണിയോട് കൂടിയാണ് ദേലമ്പാടി പയറടുക്കയിൽ വെച്ച് ഈ BLOയെ കയ്യേറ്റം ചെയ്യുന്നത്. ദേലമ്പാടി പയറടുക്കയിൽ വെച്ച് ഈ BLOയെ കയ്യേറ്റം ചെയ്യുന്നത്.
പയറൊഴുക്ക് ഭാഗത്തെ BLO ആയ P അജിത്തിനെയാണ് CPM പഞ്ചായത്ത് അംഗത്തിന്റെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്യുന്നത്. ഫോം വിതരണവുമായി ബന്ധപ്പെട്ട തർക്കമായിരുന്നു. ഈ വാർഡിലെ ഒരു സ്ത്രീക്ക് ഫോം നൽകിയില്ല എന്നാരോപിച്ചുകൊണ്ടാണ് ഈ ഒരു കയ്യേറ്റം ഉണ്ടായത്. ഇന്നിപ്പോൾ എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ജില്ലാ കളക്ടർക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതി നൽകിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗമായ 8ാം വാർഡ് മെമ്പർ സുരേന്ദ്രനെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഈ കയ്യേറ്റം നടന്നത്. അജിത്ത് ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ആ ക്യാമ്പിൽ വെച്ച് അജിത്തിനെ കോളറിന് പിടിച്ച് മർദ്ദിക്കുകയും അസഭ്യം പറയുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും പോലീസ് നടപടിയിലേക്ക് കടന്നിരിക്കുന്നു. ഈ ജില്ലാ കളക്ടർക്ക് നൽകിയ പരാതിയിൽ ജില്ലാ കളക്ടർ എന്ത് നടപടി സ്വീകരിക്കുമെന്നാണ് ശ്രദ്ധേയം. SKN. ഓക്കെ, താങ്ക് യു അരുൺ. തൃശൂർ വരന്തരപ്പള്ളിയിൽ യുവതി തീ കൊളുത്തി മരിച്ച സംഭവത്തിൽ ഭർത്താവ് ഷാരോൺ റിമാൻഡിൽ. യുവതിയുടെ പിതാവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തും ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വരന്തരപ്പള്ളി സ്വദേശി അർച്ചന ഇന്നലെയാണ് ഭർത്തൃ വീട്ടിൽ തീ കൊളുത്തി മരിച്ചത്. സൂരജ് സജി കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. പറയൂ സൂരജ്. തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജി ചേരുന്നു. പറയൂ സൂരജ്. ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഞാൻ ചോദിച്ചത്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ഭർത്താവിനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ കൃത്യമായി ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ ഷാരോൺ എന്നുള്ളതാണ്. ഈ കഞ്ചാവ് കേസിലടക്കം പ്രതിയായിട്ടുള്ള ആളാണ്. മദ്യപിച്ച് വാഹനമോടിച്ച് അപകടകരമായ രീതിയിൽ വാഹനമോടിച്ചതിനടക്കം ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. അതോടൊപ്പം തന്നെ കുടുംബം ഇന്നലെ പരാതി നൽകുന്ന സമയത്ത് അതിൽ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളുണ്ട്. തുടർച്ചയായി ഈ ഗാർഹിക പീഡനം അടക്കം ഈ പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഈ കുടുംബം പരാതിയിൽ ചൂണ്ടിക്കാണിച്ചത്. അതും പോലീസ് സ്ഥിരീകരിക്കുകയാണ്. പലപ്പോഴും മദ്യപിച്ച് ഈ വീട്ടിലെത്തി വഴക്കുണ്ടാക്കുകയും ഈ കുട്ടി കോളേജിൽ നിന്ന് വരുന്ന സമയത്ത് ഒരു തവണ ആൾക്കൂട്ടത്തിന് നടുവിൽ വെച്ച് ഈ കുട്ടിയെ മർദ്ദിക്കുന്ന സംഭവം അടക്കമുണ്ടായി. ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരിക്കുന്ന സ്കെൻ. എന്തായാലും മൃതദേഹം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും അത് സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്കെൻ. താങ്ക് യു സൂരജ് സജി. മറ്റൊരു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കായി കുരുക്ക് മുറുകുന്നു എന്ന രീതിയിൽ വാർത്ത വരുന്നു. കാരണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറിൻ്റെ മൊഴിയാണ് ഇദ്ദേഹത്തിന് കുരുക്കായി മാറുന്നത് എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ പറയുന്നത്. മുഖ്യ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത് തന്ത്രിയാണെന്നാണ് പത്മകുമാർ പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ അന്വേഷണ സംഘം വീണ്ടും നീക്കം ആരംഭിച്ചു. കേസിൽ അറസ്റ്റിലായ പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും 14 ദിവസം റിമാൻഡിൽ തുടരും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ശക്തനായത് തന്ത്രിയുടെയും ഉദ്യോഗസ്ഥരുടെയും പിൻബലത്തിലെന്നും പത്മകുമാർ മൊഴി നൽകി. എന്നാൽ ശബരിമലയിൽ സ്പോൺസറാകാൻ പോറ്റി സർക്കാരിൽ ആരെയൊക്കെ സമീപിച്ചെന്ന കാര്യത്തിൽ പത്മകുമാർ കൃത്യമായ ഉത്തരം നൽകിയില്ല. ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് ചട്ടവിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും പത്മകുമാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT നീക്കം ആരംഭിച്ചു. തന്ത്രിയുടെ മൊഴിയും സംഘം വീണ്ടും എടുത്തേക്കും. അതേസമയം പത്മകുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും 2 ആഴ്ചത്തേക്ക് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തു. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം തള്ളിയതോടെ മുരാരി ബാബു ജാമ്യം തേടി ഹൈക്കോടതിയെ നാളെ സമീപിക്കും. 24 കൊല്ലം. മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്ര ലേബർ കോഡ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തെ സമീപിക്കാൻ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി വിളിച്ച തൊഴിലാളി സംഘടനാ പ്രതിനിധികളുടെ യോഗത്തിൽ തീരുമാനമായി. ലേബർ കോഡിനെതിരെ യോഗത്തിൽ പ്രമേയവും പാസാക്കി. ലേബർ കോഡ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് രഹസ്യമായിട്ടല്ലെന്നും തൊഴിലാളി സംഘടനകളെ അറിയിച്ചിരുന്നെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. കരട് പുറത്തിറക്കിയ നടപടിയെ INTUCയും വിമർശിച്ചു. ട്രേഡ് യൂണിയനുകളെ അറിയിക്കാതെ ലേബർ കോഡ് കരട് വിജ്ഞാപനം ഇറങ്ങിയെന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് തൊഴിലാളി സംഘടനകളുടെ അടിയന്തര യോഗം തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്തത്. ലേബർ കോഡ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് യോഗത്തിൽ പ്രമേയം പാസാക്കി. തൊഴിലാളി സംഘടനാ നേതാക്കൾക്കൊപ്പം മന്ത്രി V ശിവൻകുട്ടിയും കേന്ദ്രമന്ത്രിയെ കണ്ട് ലേബർ കോഡ് പിൻവലിക്കണമെന്ന അഭിപ്രായം അറിയിക്കും. മതിയായ കൂടിയാലോചനകളില്ലാതെ രാജ്യത്തെ തൊഴിലാളി വർഗത്തിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏകപക്ഷീയമായി നടപ്പിലാക്കുന്ന ലേബർ കോഡ് അത് പിൻവലിക്കണമെന്ന് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടുവാൻ ഇന്നത്തെ ഈ യോഗം ആവശ്യപ്പെട്ടു.
വിജ്ഞാപനം പുറത്തിറക്കിയത് കേന്ദ്ര തൊഴിൽ സെക്രട്ടറിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണെന്നും നടപ്പാക്കാൻ വേണ്ടിയായിരുന്നില്ലെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു. 2021 ഡിസംബറിൽ കരട് ഇറക്കിയ ശേഷം 2022 ജൂലൈയിൽ നടന്ന ശില്പശാലയിൽ എല്ലാ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾക്കും പകർപ്പ് വിതരണം ചെയ്തെന്നും മന്ത്രി പറഞ്ഞു. കരട് പ്രസിദ്ധീകരിച്ചത് അറിഞ്ഞില്ലെന്ന AITUCയുടെ വിമർശനം തള്ളി ശില്പശാലയുടെ ഫോട്ടോ ഉൾപ്പെടെയായിരുന്നു മന്ത്രിയുടെ വിശദീകരണം. തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിനെ CPM കുടപിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ശിവൻകുട്ടി 2022 പറഞ്ഞു, നമ്മൾ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് ഈ കരട് വിജ്ഞാപനം തയ്യാറാക്കുള്ളൂ, എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോട് ട്രേഡ് യൂണിയനോട് സംസാരിക്കുന്നു. പക്ഷേ 2021 തന്നെ കരട് വിജ്ഞാപനം റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. വീണ്ടും പറ്റിക്കുകയാണ്. പ്രതിപക്ഷം അറിഞ്ഞില്ല, അവരുടെ പാർട്ടി അറിഞ്ഞില്ല, ഘടകകക്ഷികൾ അറിഞ്ഞില്ല, മന്ത്രിസഭ അറിഞ്ഞില്ല. അപ്പോൾ ഈ തൊഴിലാളി വിരുദ്ധ ലേബർ കോഡിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് ഈ ഗവൺമെൻറ് ചെയ്തത്. ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദമുണ്ടെന്ന് പറഞ്ഞ് കരട് വിജ്ഞാപനമിറക്കിയ നടപടി അംഗീകരിക്കാനാകില്ലെന്ന് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനും യോഗത്തിൽ പറഞ്ഞു. പ്രമേയത്തെ BMS പ്രതിനിധി എതിർത്തു. 24 തിരുവനന്തപുരം. മറ്റൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ കോളേജ് ബസിന്റെ അറ്റകുറ്റപ്പണിക്കിടെ ബസ്സിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടായി. ഒരാൾക്ക് ദാരുണാന്ത്യം. വർക്ക്ഷോപ്പ് ജീവനക്കാരൻ കുഞ്ഞുമോനാണ് മരിച്ചത്. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ചേരുകയാണ്. പറയശ്വിൻ, എന്താ ശരിക്കും സംഭവിച്ചത്? ഈ കോളേജ് ബസ് വർക്ക്ഷോപ്പിൽ അതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി കയറ്റിയിരിക്കുന്നത് 2 ദിവസം മുമ്പ് അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി കയറ്റിയത്. അതിനിടെ ഇന്ന് അതിന്റെ ബാറ്ററി മാറുന്നതുമായി ബന്ധപ്പെട്ട ചില നടപടിക്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് അത് ഷോർട്ടായി പൊട്ടിത്തെറിയിലേക്ക് കടന്നത്. അങ്ങനെയാണ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന വർക്ക്ഷോപ്പ് ജീവനക്കാരന് പരിക്കേൽക്കുന്നത്. അത് വലിയൊരു പൊട്ടിത്തെറി എന്ന നിലയിലേക്ക് തന്നെ പോയിരുന്നു. ബസിന്റെ ചില ഭാഗങ്ങൾ അടർന്ന് കുഞ്ഞുമോന്റെ ദേഹത്തേക്കടക്കം തുളച്ചു കയറുകയും ചെയ്തു. എന്തായാലും ആശുപത്രിയിൽ ചികിത്സ കൊണ്ട് അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. കുഞ്ഞുമോൻ അല്പസമയം മുമ്പ് മരണപ്പെട്ടു എന്നുള്ള വേദനാജനകമായ വാർത്തയാണ് വരുന്നത്. ഈ ചെങ്ങന്നൂരെ എഞ്ചിനീയറിംഗ് കോളേജിലെ ബസിന്റെ അറ്റകുറ്റപ്പണിയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇവിടേക്ക് ഈ ബസ് വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത്. IHRD കോളേജിന്റെ ബസ്സാണ്. കഴിഞ്ഞ 3 ദിവസമായി ബസ് തകരാറിലായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ ഓട്ടത്തിനിടെ അപകടം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് വാഹനം ഈ വർക്ക്ഷോപ്പിലേക്ക് മാറ്റിയത്. അതിന്റെ അറ്റകുറ്റപ്പണിക്കിടെയാണ് ഒരാളുടെ മരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കുഞ്ഞുമോൻ വലിയ ഗുരുതരമായ പരിക്കേറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആശുപത്രിയിലെ ചികിത്സയ്ക്കിടെ മരണപ്പെടുകയായിരുന്നു. SK. ഓക്കെ, താങ്ക് യു. ഇനി ശബരിമലയിലേക്ക് ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം. കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. കോ സ്പോൺസർഡ് ബൈ BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവില്ല. രാത്രി 8 മണിവരെ ദർശനം നടത്തിയത് 80,000-ന് മുകളിൽ ഭക്തരാണ്. ഉച്ചഭക്ഷണമായി സന്നിധാനത്ത് കേരള സദ്യ വിളമ്പുന്നതിൽ ഉടൻ ഒരു അവലോകന യോഗം ചേരുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറയുന്നു. ആദ്യം നമുക്ക് അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഇല വേണമോ, പ്ലേറ്റിൽ തന്നെ മതിയോ, പിന്നെ പ്ലേറ്റിൽ കൊടുത്താൽ സദ്യ ആകുമോ, ഇലയാണെങ്കിൽ ഇത്ര ഇല വരണ്ടേ, ഇല പിന്നെ ഇൻസിനറേറ്റർ കൊണ്ടിട്ടാൽ ഇൻസിനറേറ്റർ കേടാവത്തില്ലയോ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോൾ എന്താണ്, ഒരു തികച്ച് യാന്ത്രികമായിട്ട് ഭക്ഷണം കൊടുക്കാതെ ഭംഗിയായിട്ട് കൊടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഇന്നിപ്പോൾ തീരുമാനിക്കാം. അത് നടപ്പിലാവില്ല എന്നൊരു ആശങ്കയെ വേണ്ട, നടപ്പിലാവും. സന്നിധാനത്ത് നിന്ന് MG പ്രതീഷ് തത്സമയം ചേരുന്നു. പറയൂ പ്രതീഷ്. എസ് കെ എൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവില്ല. ഓരോ ദിവസവും 10,000-കണക്കിന് തീർത്ഥാടകരാണ് ശബരിമല സന്നിധാനത്തേക്ക് എത്തുന്നത്. ഇന്ന് 8 മണി വരെ 80,000-ന് മുകളിൽ തീർത്ഥാടകർ ദർശനം നടത്തി എന്നതാണ് പോലീസിന്റെ ഔദ്യോഗിക കണക്ക്. കൃത്യമായ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വൈകിട്ടോടുകൂടി തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ സന്നിധാനത്ത് എത്തിയിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ എരുമേലിയിൽ യോഗം ചേർന്നിരുന്നു. എരുമേലിയിൽ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിലടക്കം തീരുമാനം എടുത്തിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചില അവലോകന യോഗം നടക്കുന്നുണ്ട്. അത് ശബരിമല സന്നിധാനത്ത് കേരളീയ സദ്യ വിളമ്പുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഈ മെനു പരിഷ്കരിക്കുന്നതിൽ അവലോകന യോഗം ചേർന്ന് ഉടൻ തീരുമാനമെടുക്കും. ഈ തീരുമാനം എന്തായാലും നടപ്പിലാക്കും. തീർത്ഥാടകർക്ക് നല്ല ഭക്ഷണം വിളമ്പുമെന്നുള്ള ഉറപ്പ് കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. ഒപ്പം ഈ തീർത്ഥാടകർ വളരെ സംതൃപ്തിയോടുകൂടിയാണ് മല ഇറങ്ങുന്നത് എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ തീർത്ഥാടനത്തിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. നാളെ ശബരിമലയിൽ 12 വിളക്കാണ്. 12 വിളക്കിനോടനുബന്ധിച്ച് കൂടുതൽ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇതര സംസ്ഥാനത്തിനപ്പുറം കൂടുതലും മലയാളി തീർത്ഥാടകരായിരിക്കും വരും ദിവസങ്ങളിൽ ശബരിമലയിൽ എത്തുക. കൂടുതൽ തീർത്ഥാടകർ എത്തിയാലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡും പോലീസും അറിയിച്ചിട്ടുള്ളത്.
ഒരു വാർത്ത വരുന്നുണ്ട്. ചാവക്കാട് താലൂക്കിൽ പ്രാദേശികമായ അവധി പ്രഖ്യാപിച്ചു. ഗുരുവായൂർ ഏകാദശി മഹോത്സവം ആഘോഷിക്കുന്ന ഡിസംബർ 1 ചാവക്കാട് താലൂക്ക് പരിധിയിൽ ഉൾപ്പെടുന്ന സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ജില്ലാ കളക്ടർ അവധി കൊടുത്തിരിക്കുകയാണ്. ഇനി പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിലേക്ക് BJP ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നു. ഷംന, എന്താണ് അവിടെ നിന്നുള്ള വിവരം? ഇപ്പോൾ ഡിവൈഎഫ്ഐക്ക് പിന്നാലെ BJP യുവമോർച്ച പ്രവർത്തകരും പ്രതിഷേധവുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുകയാണ്. നേരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഉന്നയിച്ച അതേ ആവശ്യം, രാജി അല്ലാതെ മറ്റൊന്നുമില്ല, രാജി മാത്രമാണ് അവർ ആവശ്യപ്പെടുന്നത് MLA. കാരണം ഇങ്ങനെ ഒരു MLA ഗുരുതര ആരോപണങ്ങളെ തുടർന്ന് പുറത്താക്കപ്പെട്ട, പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു MLA, അയാളെ പാലക്കാടിന് വേണ്ട രാജിവെച്ച് പുറത്തു പോകണമെന്ന അതേ ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് BJPയും യുവമോർച്ചയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഈ BJP ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ, മുതിർന്ന നേതാവ് കൃഷ്ണകുമാർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇപ്പോൾ കൃഷ്ണകുമാർ സംസാരിക്കുകയാണ്. പാലക്കാട് BJP പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഡിവൈഎഫ്ഐ ഒരു മാർച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോയതേ ഉള്ളൂ. അതിൻ്റെ പിന്നാലെ BJPക്കാരും എത്തിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഓഫീസിന് മുന്നിലാണ് ഇവർ തടിച്ചുകൂടിയിരിക്കുന്നത്. അവിടെ കനത്ത പോലീസ് ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിൽ ഒരു യുവാവിൻ്റെ ആത്മഹത്യാ ശ്രമം. യുവതി നൽകിയ പരാതി അന്വേഷിക്കാൻ വിളിച്ചു വരുത്തിയ യുവാവ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. ബാലരാമപുരം സ്വദേശി അസീമാണ് എലിവിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. റിനു ശ്രീധർ ചേരുന്നു തിരുവനന്തപുരത്ത്. പറയൂ റിനു, എന്താണ് ഉണ്ടായത്? പറയൂ. ബാലരാമപുരം സ്വദേശിയായിട്ടുള്ള അസീം എന്ന് പറയുന്ന യുവാവ് ഓട്ടോ ഡ്രൈവറാണ്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള ഒരു യുവതി ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാലരാമപുരത്ത് വാടകയ്ക്ക് താമസിക്കുന്നു. ഈ ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അസീമിന്റെ ഓട്ടോയിലാണ് ഇവർ നിത്യവും ജോലിക്കൊക്കെ പോകുന്നത്, യാത്ര ചെയ്യുന്നതും. ഈ അസീം ഇവരുമായി പരിചയത്തിലേർപ്പെടുകയും ഇവരുടെ ചിത്രങ്ങളടക്കം കൈവശപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഈ യുവതിയെ നിരന്തരം വിളിച്ച് ശല്യപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനെ തുടർന്നാണ് ഈ മോർഫ് ചെയ്ത് ചിത്രങ്ങളടക്കം പുറത്തുവിടുമെന്ന് പറയുകയും ചെയ്തു, ഭീഷണിപ്പെടുത്തി. തുടർന്ന് ഈ നെയ്യാറ്റിങ്കര പോലീസ് സ്റ്റേഷനിലെത്തി ഇവർ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയെ തുടർന്നാണ് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള അസീമിനെ നെയ്യാറ്റിങ്കര പോലീസ് വിളിച്ചു വരുത്തിയത്. ഈ പോലീസ് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലേക്ക് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുന്നു. സ്റ്റേഷനിലെത്തിയ അസീം ആകട്ടെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങി സ്റ്റേഷനകത്തേക്ക് എത്തിയതിനു ശേഷം എലിവിഷം കലക്കിയ കുപ്പിവെള്ളം കുടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. തുടർന്ന് കൈഞ്ഞരമ്പ് മുറിക്കുകയും ചെയ്തു സ്റ്റേഷന് മുന്നിൽ വെച്ച്. ഇത് കണ്ട പോലീസുകാർ ഉടൻ തന്നെ അസീമിനെ നെയ്യാറ്റിങ്കര ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതരാവസ്ഥയിൽ ആയ അസീമിനെ തുടർന്ന് ചികിത്സയ്ക്ക് വേണ്ടി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം ഉണ്ടായത്. ഈ യുവതിയുടെ പരാതിയിന്മേൽ കേസ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. എന്തായാലും അസീമിന്റെ ആരോഗ്യനില വലിയ രീതിയിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ്, തൃപ്തികരമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എസ്കെൻ 24 ബിഗ് ബ്രേക്കിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ലൈംഗിക പീഡന പരാതിയിൽ ചടുല നീക്കവുമായി പോലീസ്. പരാതിക്കാരുടെ മൊഴി ഇപ്പോൾ തിരുവനന്തപുരത്ത് എടുക്കുകയാണ്. ഇന്ന് തന്നെ കേസെടുക്കാൻ സാധ്യതയുണ്ട്. അറസ്റ്റിലേക്ക് ഉടൻ കടക്കാനും പോലീസിന്റെ നീക്കം. കുറ്റം ചെയ്തിട്ടില്ലെന്നും നിയമപരമായി പോരാടുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ. മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. യുവതി ഇന്ന് പരാതി നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തിയിട്ട്. ലൈംഗിക പീഡന പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. പാലക്കാട് MLA ഓഫീസിലേക്ക് ഡിവൈഎഫ് പ്രവർത്തകർ മാർച്ച്. അവരവിടെ റീത്ത് വെച്ചു. പിന്നാലെ BJP പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ME ഗോവിന്ദൻ. നിൽക്കാൻ അവകാശമില്ല എന്നുള്ളത് സത്യമാണ്. MLA എന്ന രീതിയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഒരാളും MLA ആയിട്ട് അദ്ദേഹത്തെ അംഗീകരിക്കുകയും ചെയ്യില്ല. രാജിവെക്കുന്നതാണ് നല്ലത്, രാജിവെപ്പിക്കുന്നതാണ് നല്ലത്. രാഹുലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കെ സുരേന്ദ്രൻ. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് സണ്ണി ജോസഫ്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ആ തെരഞ്ഞെടുപ്പ് വേളകളിലൊക്കെ തന്നെ ഏതെങ്കിലുമൊക്കെ കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത്
ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നുള്ള നിലയിൽ അത് ഇവിടെയും നടപ്പാക്കുന്നു. രാഹുലിനെ കുറിച്ച് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയെക്കുറിച്ച് അന്വേഷണം നടക്കട്ടെ. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കള്ളക്കേസുകളും ഉണ്ടാകുമെന്ന് അടൂർ പ്രകാശ്. 24 മെഗാ എക്സ്ക്ലൂസീവ്. കേരളത്തിൽ ടെലിവിഷൻ റേറ്റിംഗ് വിൽപ്പനയ്ക്കോ പ്രേക്ഷക പിന്തുണ അളക്കുന്ന ബാർക്കിൽ പണം കൊടുത്ത് കേരളത്തിലെ ഒരു ചാനൽ ഉടമ നടത്തിയ തിരിമറിയുടെ വിവരങ്ങൾ 24 ഇന്ന് പുറത്തുവിട്ടു. സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാനും എതിരാളികളുടെ റേറ്റിംഗ് കുറയ്ക്കാനും ചാനൽ ഉടമ ബാർക്ക് ജീവനക്കാരന് കൈമാറിയത് കോടികളെന്ന് റിപ്പോർട്ട്. ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ സ്ഥിരീകരിക്കുന്ന വാട്സാപ്പ് ചാറ്റുകൾ പുറത്തുവിട്ട് 24ന്റെ ഓപ്പറേഷൻ സത്യ. പരാതി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഓഫീസേഴ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലെ സൈബർ ഡിവിഷൻ ഓഫീസേഴ്സ് ഇതിലെ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചതിനു ശേഷം അതിന്റെ നിയമപരമായിട്ട് നടപടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. റേറ്റിംഗ് തട്ടിപ്പിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങിയെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാദ എ ചന്ദ്രശേഖർ. ചെങ്ങന്നൂർ IHRD എഞ്ചിനീയറിംഗ് കോളേജിൽ ബസിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിനിടെ പൊട്ടിത്തെറിയുണ്ടായി. ഒരാൾക്ക് മരണം. മരിച്ചത് വർക്ക്ഷോപ്പ് ജീവനക്കാരനായ കുഞ്ഞുമോൻ. ഒരാൾക്ക് പരിക്കേറ്റു. പൊട്ടിത്തെറി ഉണ്ടായത് കോളേജ് ബസ് നന്നാക്കുന്നതിനിടെ. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തന്ത്രിക്കെതിരെ എ പത്മകുമാറിന്റെ മൊഴി. തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്ന് എ പത്മകുമാർ SITയോട്. വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ മുരാരി ബാബു ഹൈക്കോടതിയിലേക്ക്. കടകംപള്ളി സുരേന്ദ്രനെതിരായ തെളിവുകൾ എ പത്മകുമാറിന്റെയും N വാസുവിന്റെയും കയ്യിലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതിക്കൂട്ടിലാക്കി CIയുടെ ആത്മഹത്യാക്കുറിപ്പ്. അനാശാസ്യ കേസിൽ പിടിയിലായ യുവതിയെ വടകര DYSP ഉമേഷ് പീഡിപ്പിച്ചെന്നാണ് ആരോപണം. 2014 ഈ സംഭവമെന്നും 2 ആഴ്ച മുമ്പ് പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ ജീവനൊടുക്കിയ CI ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പ്. എനിക്ക് യാതൊരു അറിവുമില്ല. അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ അവർ എന്ത് മാനസികാവസ്ഥയിലാണ് അങ്ങനെ എഴുതിയത് എനിക്കറിയില്ല. ഞാനും ബിനു തോമസും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ യാതൊരു ശത്രുതയിലോ ഒരു പ്രശ്നത്തിലോ ഒന്നിലും ഉള്ളതായിട്ട് എന്റെ അറിവിലില്ല. ഈ പറയുന്ന ഒരാളെ പറ്റി എനിക്ക് അറിവില്ല. ശരിയല്ല. ആരോപണം അടിസ്ഥാനരഹിതമെന്ന് DYSP ഉമേഷ് 24നോട്. ബംഗാൾ ഉൾക്കടലിൽ ഡിഡ്വ ചുഴലിക്കാറ്റ് രൂപം കൊണ്ടു. തമിഴ്നാട്, പുതുച്ചേരി, ആന്ധ്രാപ്രദേശ് തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മീൻപിടുത്തത്തിന് വിലക്ക്. ഹൈക്കോടതി ഇടപെടലിന് പിന്നാലെ സീബ്ര ക്രോസിംഗിലെ വാഹന പാർക്കിംഗിൽ കർശന നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനും 2000 രൂപ പിഴ ഈടാക്കാനും നിർദ്ദേശം. കാൽനട യാത്രക്കാരെ മരണത്തിലേക്ക് തള്ളിവിടാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി. കൊച്ചിയിൽ ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പേരിലുള്ള റോഡിന്റെ അവസ്ഥ അദ്ദേഹത്തെ അപമാനിക്കുന്നതിന് തുല്യമെന്നും ഹൈക്കോടതി. കേന്ദ്ര ലേബർ കോഡിനെതിരെ കേരളം. തൊഴിൽ മന്ത്രി വിളിച്ചു ചേർത്ത ട്രേഡ് യൂണിയൻ നേതാക്കളുടെ യോഗത്തിൽ പ്രമേയം പാസാക്കി. കേന്ദ്ര തൊഴിൽ മന്ത്രിയെ നേരിട്ട് കണ്ട് നിലപാട് അറിയിക്കുമെന്ന് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി. രഹസ്യമായി കരട് തയ്യാറാക്കിയെന്ന ആരോപണം ശിവൻകുട്ടി തള്ളിക്കളഞ്ഞു. കർണാടകയിലെ മുഖ്യമന്ത്രി തർക്കത്തിൽ ഹൈക്കമാൻഡ് ഇടപെടുന്നു. സിദ്ധരാമയ്യയും DK ശിവകുമാറിനെയും ഡൽഹിക്ക് വിളിപ്പിച്ചു. പാർട്ടിയിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് സിദ്ധരാമയ്യയും DK ശിവകുമാറും. AIADMKയുടെ മുതിർന്ന നേതാവ് KA സെങ്കോട്ടയ്യൻ TVKയിൽ പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററായി അദ്ദേഹത്തെ നിയമിച്ചു. ഓൺലൈൻ മാധ്യമങ്ങളിലെ അശ്ലീലം നിറഞ്ഞതും കുറ്റകരവുമായ ഉള്ളടക്കങ്ങൾ നിയന്ത്രിക്കണമെന്ന് സുപ്രീം കോടതി. നിയമവിരുദ്ധമായ ഉള്ളടക്കം നിയന്ത്രിക്കാൻ സ്വതന്ത്രവും സ്വയംഭരണ അധികാരവുമുള്ള സ്ഥാപനം വേണമെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. കേന്ദ്ര സർക്കാർ നടപടിയെടുക്കണമെന്ന ആവശ്യം. പുതിയ മാർഗനിർദ്ദേശങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്നും കൂടിയാലോചനകൾ തുടരുകയാണെന്നും കേന്ദ്ര സർക്കാർ. ഹോങ്കോങ് തായ്പോയിലെ കെട്ടിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 65 ഉയർന്നു. 250 പേരെ ഇപ്പോഴും കാണാനില്ലെന്ന റിപ്പോർട്ടുകൾ. തെരച്ചിൽ തുടരുകയാണ്. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിൽ തീ നിയന്ത്രണ വിധേയമായി.
സ്കൂൾ കായികമേളയിൽ പ്രായത്തട്ടിപ്പ് നടത്തി 2 വിദ്യാർത്ഥികളെ കൂടി കണ്ടെത്തി. ക്രമക്കേട് നടത്തിയത് മലപ്പുറം തിരുനാവായ നാവാമുകുന്ദ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രായത്തിൽ. കായികമേളകളിൽ നിന്ന് സ്കൂളിനെ വിലക്കാൻ സാധ്യത. കുട്ടികൾ നിരപരാധികളെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. പറ്റില്ലല്ലോ, ഇത് ഈ കുട്ടികളെ നിരപരാധികളായിരിക്കും. ഈ കോച്ചുമാരും രക്ഷകർത്താക്കളും സ്കൂൾ അധികൃതരുമായിരിക്കും ഇതിന്റെ കക്ഷികളെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തായാലും ഒരു അന്വേഷണം നടത്താം. സ്കൂളും സ്പോൺസർമാരുമാണ് തട്ടിപ്പ് നടത്തിയെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും മന്ത്രി ശിവൻകുട്ടി. തിരുവനന്തപുരം ആര്യൻകോട്ട് കാപ്പ കേസ് പ്രതിക്ക് നേരെ വെടിയുതിർത്ത SHO. വെടിയുതിർത്തത് നിരവധി കേസുകൾ പ്രതിയായ കൈലി കിരണിന് നേരെ. SHOയെ വെട്ടാൻ ശ്രമിച്ചപ്പോൾ പ്രതിരോധിച്ചെന്ന പോലീസ്. കിരണിന് വെടിയേറ്റിട്ടില്ലെന്നും വിശദീകരണം. കാസർഗോഡ് സബ് ജയിലിൽ മരിച്ച മുബീഷറിന്റേത് സ്വാഭാവിക മരണമെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. തൃശൂർ വരന്തരപ്പള്ളിയിൽ ഗർഭിണിയായ യുവതി ജീവനൊടുക്കിയ കേസിൽ അറസ്റ്റിലായ ഭർത്താവ് ഷാരോൺ റിമാൻഡിലായി. 7 മാസമായി ഒരു പോയിട്ട്. അന്നോട്ട് സമാധാനം ഉണ്ടായില്ല. അവൾക്ക് ഇടയ്ക്ക് വിളിച്ച് പറയാറുണ്ട്. പിന്നെ ഞാൻ എന്തെന്ന് പറയാ, ഒരുപാട് ദുഷ്ടതരനാണുള്ള ഞാനാണ് അവൻ. അതൊക്കെ പറഞ്ഞു കൊടുത്താണ് മകൾക്ക്. അർച്ചനയെ ഭർത്താവ് ഷാരോൺ സ്ഥിരമായി മർദ്ദിച്ചിരുന്നുവെന്ന് പിതാവ് ഹരിദാസ് 24നോട്. തോന്നുന്നുണ്ട്. അവനെന്തോ ടോർച്ചർ ചെയ്ത് അവിടെ ഇപ്പം അല്ലാണ്ട് പേടിപ്പിച്ച് നിർത്തണ പോലെ തോന്നിയിട്ടുള്ള. എപ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഞങ്ങളായിട്ട് അടുപ്പിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവിടെ. വീട്ടുകാരുമായി സംസാരിക്കാൻ പോലും അർച്ചനയെ അനുവദിച്ചിരുന്നുവെന്ന് സഹോദരി. 24 ബിഗ് ബ്രേക്കിംഗ്. പരീക്ഷാ നടത്തിപ്പിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ഗുരുതരമായ വീഴ്ച. 4 വർഷ സൈക്കോളജി ബിരുദ കോഴ്സിലെ 1ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷത്തെ അതേ ചോദ്യം വള്ളി വിടാതെ ആവർത്തിച്ചു. പിഴവ് കണ്ടെത്തിയതോടെ പരീക്ഷ റദ്ദാക്കാൻ ആലോചന. പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പ്രതിസന്ധിയിലായി. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം സമാപിക്കുന്ന ദിവസം മുതൽ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നവരെ സംസ്ഥാനത്ത് മദ്യവിൽപ്പനയ്ക്ക് വിലക്കേർപ്പെടുത്തി. ആദ്യഘട്ട പോളിംഗ് നടക്കുന്ന തെക്കൻ ജില്ലകളിൽ ഡിസംബർ 7 വൈകുന്നേരം 6 മണി മുതൽ ഡിസംബർ 9 വോട്ടെടുപ്പ് പൂർത്തിയാകുന്നവരെ ഡ്രൈ ഡേ ആയിരിക്കും. വോട്ടെണ്ണൽ നടക്കുന്ന ഡിസംബർ 13 സംസ്ഥാനത്ത് മദ്യവിൽപ്പന നിരോധിച്ചു. ഡൽഹിയിലെ വായു മലിനീകരണത്തിനെതിരെ ഇന്ത്യ ഗേറ്റിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾ റിമാൻഡിലായി. നടപടി ഡൽഹി പട്യാല ഹൗസ് കോടതിയുടേത്. മാവോയിസ്റ്റ് അനുകൂല പ്രതിഷേധമെന്ന പോലീസ് വാദം കോടതി തള്ളിയില്ല. പോലീസ് മർദ്ദിച്ചെന്ന വിദ്യാർത്ഥികൾ. ജാമ്യാപേക്ഷകളിൽ നാളെ വാദം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാൻ തെളിവില്ലെന്ന് സർക്കാർ. വ്യക്തമായ തെളിവില്ലാതെ അനുമതി നൽകാൻ കഴിയില്ലെന്ന് ഹൈക്കോടതിയിൽ വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ സത്യവാങ്മൂലം. സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷന് അനുമതി നൽകാത്തത് INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ പ്രതിയായ കേസിൽ. തെക്കൻ തായ്ലൻഡിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം 80ആയി. 30 ലക്ഷം പേരെ പ്രളയം ബാധിച്ചതായി റിപ്പോർട്ടുകൾ. 7 പ്രവിശ്യകളിൽ കുടിവെള്ളവും വൈദ്യുതിയുമില്ല. ഹാറ്റിയ മേഖലയിൽ രേഖപ്പെടുത്തിയത് 300 വർഷത്തെ ഏറ്റവും ശക്തമായ മഴ. ഒറ്റ ദിവസം പെയ്തത് 335 മില്ലിമീറ്റർ മഴ. രക്ഷാപ്രവർത്തനം തുടരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിവിധ സ്ഥാനാർത്ഥി നീക്കത്തിൽ നടപടി കടുപ്പിച്ച രാഷ്ട്രീയ പാർട്ടികൾ. എറണാകുളത്ത് 4 നേതാക്കളെ സസ്പെൻഡ് ചെയ്ത് ലീഗ് നേതൃത്വം. പാലക്കാട് വിവിധ നീക്കം നടത്തിയ മുൻ DCC അംഗം ഉൾപ്പെടെ 9 പേരെ കോൺഗ്രസ് പുറത്താക്കി. തൃശൂർ ഇരിങ്ങാലക്കുട നഗരസഭയിലെ LDF സ്ഥാനാർത്ഥി വിമി വിജേഷിന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായി. മെഡിക്കൽ കോളേജുകളിൽ അക്കാദമിക് കോഴ്സുകൾക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട കോഴക്കേസിൽ അന്വേഷണം തുടങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഡൽഹി ഉൾപ്പെടെ 10 സംസ്ഥാനങ്ങളിൽ പരിശോധന. മെഡിക്കൽ കോളേജുകളിലെ പരിശോധനാ വിവരങ്ങൾ ചോർത്തി നൽകാൻ നാഷണൽ മെഡിക്കൽ കമ്മീഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉൾപ്പെടെ കൈക്കൂലി നൽകിയെന്നാണ് കേസ്. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അനുമതി ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് MP-മാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി ലഭ്യമാക്കാൻ ഇടപെടണമെന്നാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ അർഹമായ കേന്ദ്ര സഹായം ലഭ്യമാക്കണം. കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ച് നടപടി റദ്ദാക്കാൻ കേന്ദ്രത്തിൽ ഇടപെടണമെന്നും കേരളത്തിലെ MP-മാരോട് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ദമ്പതികൾ കീഴടങ്ങി.
കീഴടങ്ങിയത് തലയ്ക്ക് 20 ലക്ഷം രൂപ വിലയിട്ടിരുന്ന ധനുഷ് എന്ന മുന്നയും ഭാര്യ റോണി എന്ന തുലയും. സമീപകാലത്ത് സുരക്ഷാ സേനയ്ക്ക് നേരെ നടന്ന നിരവധി ആക്രമണങ്ങളിൽ ഇവർ ഉൾപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പുനരധിവാസ നയം അനുസരിച്ചുള്ള ആനുകൂല്യങ്ങൾ കീഴടങ്ങിയ മാവോയിസ്റ്റുകൾക്ക് ലഭ്യമാകും. പാലക്കാട്ട് പട്ടികവർഗ വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ പൊന്തക്കാട്ട് തള്ളിയ സംഭവത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്ന് കണ്ടെത്തൽ. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ 15 അപേക്ഷകളിൽ 11 ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ളവരുടേതാണ് എന്നറിയുന്നു. കൊല്ലങ്കോട് ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ അജീഷ് ഭാസ്കറിന് കാരണം കാണിക്കൽ നോട്ടീസ്. മറുപടി തൃപ്തികരമല്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് പാലക്കാട് ജില്ലാ കളക്ടർ. സംഭവത്തിൽ പട്ടികവർഗ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജും റിപ്പോർട്ട് തേടി. പഞ്ചാബിൽ ആക്രമണ പദ്ധതി തകർത്ത് പോലീസ്. ആക്രമണം ആസൂത്രണം ചെയ്ത അധോലോക ഗുണ്ടാ നേതാവ് ലോറൻസ് ബിഷ്ണോയ് സംഘങ്ങൾ അറസ്റ്റിലായി. തോക്കുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ പിടിച്ചെടുത്തു. ഏറ്റുമുട്ടലിൽ 2 പോലീസുകാർക്ക് പരിക്കേറ്റു. പോലീസിന്റെ നീക്കം രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹരീക്ക് ഇൻസാഫ് നേതാവുമായി ഇമ്രാൻഖാൻ ജീവനോടെയുണ്ടെന്ന് സ്ഥിരീകരണമായി. ഇമ്രാൻഖാൻ പൂർണ്ണ ആരോഗ്യവാനെന്നും അഭ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമെന്നും റാവൽപിണ്ടി അടിയാല ജയിൽ അധികൃതർ. പ്രതിഷേധം അവസാനിപ്പിച്ച് ഇമ്രാൻ അനുകൂലികൾ. അഴിമതി കേസിൽ ശിക്ഷിക്കപ്പെട്ട ഇമ്രാൻഖാൻ 2023 മുതൽ ജയിലിലാണ്. ഇതോടെ ന്യൂസ് എക്സ്പ്രസ് അവസാനിക്കുന്നു. ഇനി മറ്റു വാർത്തകളിലേക്ക് വിശദമായി. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ജോർജ് പൂന്തോട്ടം മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പോൾ ഞാൻ ചോദിച്ച ഈ കേരളത്തിലെ എത്ര സ്ത്രീകൾക്കെതിരെ ബലാത്സംഗ കേസുകളുടെ പരാതി ഉണ്ടായിട്ടുണ്ട്, ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട് പരാതി ഉണ്ടായിട്ടുണ്ട്, ബലാത്സംഗവുമായി ബന്ധപ്പെട്ട പരാതിയുണ്ട്. എത്ര സ്ത്രീകൾ ഈ പറയുന്ന കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് നടന്നിരിക്കുന്നതിൽ എത്ര കേസ്, അതിലെത്ര കേസ് മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തു? ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് കൊടുത്തിട്ടുണ്ടോ? സ്ത്രീക്കെതിരെ അതിനപ്പുറം ഇതിനകത്ത് എന്തുണ്ടെന്നാ ഞാൻ തിരിച്ചു ചോദിക്കുക. ആ ലാഭത്തിന് വേണ്ടിയിട്ടുള്ളതല്ലാതെ വേറെ എന്താ തിരിച്ചുള്ളത് ഇതിനകത്തുള്ള? ആരോപണങ്ങൾ വന്നു, ആരോപണം ഉണ്ടായി. അത് ശബരിമലയ്ക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ തെരഞ്ഞെടുപ്പിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി വരുമല്ലേ. 26-ലെ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സാഹചര്യത്തിനുള്ള അതിനുള്ള പിന്നണി ഗാനമാണിത്. ഇപ്പൊ തൽക്കാലം ഈ ലോക്കൽ ബോഡി ഇലക്ഷന്റെ പിന്നിൽ നടക്കുന്നതിന്റെ പേരിൽ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ട് ജനമധ്യത്തിൽ ഇറങ്ങാൻ വയ്യാതെ വന്നപ്പോൾ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു കഴിഞ്ഞുള്ള ഒരു സംരംഭം മാത്രം. ഞാൻ രാഹുൽ പറഞ്ഞ കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. ഇത് എന്റേതായിട്ടൊന്നും പറഞ്ഞില്ലേ ഞാൻ. എനിക്കിപ്പോ എന്റേതായിട്ട് പറയാനുള്ളത് പിന്നെ നിയമ നടപടിയിലേക്ക് വരുമ്പോഴേ അതപ്പം ഞാൻ പറയാം. അവിടെയുള്ളവർക്ക് എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കും. 24 മെഗാ ബ്രേക്കിംഗ്. റേറ്റിംഗിൽ മുന്നിലെത്താൻ ബാർക്ലേ ജീവനക്കാരന് കേരളത്തിലെ ഒരു ചാനൽ ഉടമ കോടികൾ നൽകിയതിന്റെ തെളിവുകൾ ഇന്ന് രാവിലെ 24 പുറത്തുവിട്ടു. ടെലിവിഷൻ റേറ്റിംഗിന്റെ വിശ്വാസ്യത നഷ്ടപ്പെടും വിധം അവിശുദ്ധ കൂട്ടുകെട്ട് ഇടപെട്ടതിന്റെ തെളിവുകൾ 24 തുറന്നുകാട്ടി. ഓപ്പറേഷൻ സത്യയായിരുന്നു നമ്മുടെ പരിപാടി. ഡാറ്റ അട്ടിമറിക്കാൻ റേറ്റിംഗ് ഏജൻസിയായ ബാർക്ലേ ഒരു മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥൻ പ്രേംനാഥ് ശ്രമിച്ചു എന്നായിരുന്നു 24 പുറത്തുവിട്ട വാർത്തയുടെ ഉള്ളടക്കം. കേരളത്തിലെ ഒരു ചാനൽ ഉടമ കോടികളുടെ ഇടപാട് ഇയാളുമായി നടത്തിയെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിൻ്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് USDT ക്രിപ്റ്റോ കറൻസി വഴി കോടികൾ കൈമാറ്റം ചെയ്തതിൻ്റെ വിശദാംശങ്ങളും ഇരുവരും തമ്മിലുള്ള വാട്സപ്പ് ചാറ്റിൻ്റെ വിവരങ്ങളും 24 ഇന്ന് രാവിലെ പുറത്തുവിട്ടു. തട്ടിപ്പിൽ സംസ്ഥാന പോലീസ് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് മേധാവി റവേദ ചന്ദ്രശേഖർ പറയുകയും ചെയ്തു. $50,000 കോടി രൂപയുടെ പരസ്യ വരുമാനമുള്ള ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തെ റേറ്റിംഗ് കണക്കാക്കുന്ന ഏജൻസിയായ ബാർക്ലേ ചില ജീവനക്കാർ ഡേറ്റകൾ അട്ടിമറിക്കാൻ കോടികൾ കൈക്കൂലി വാങ്ങിയതിന്റെ തെളിവുകളാണ് 24 പുറത്തുവിട്ടത്. ബാർക്ലേ മിഡിൽ ലെവൽ ഉദ്യോഗസ്ഥനായ പ്രേംനാഥ് എന്നയാളുടെ നേതൃത്വത്തിൽ മുംബൈ കേന്ദ്രീകരിച്ചുള്ള സംഘമാണ് ഈ തട്ടിപ്പിന് പിന്നിലെന്ന്
ശക്തമായ തെളിവുകളിലൂടെ വ്യക്തമായി. കേരളത്തിലെ ഒരു ചാനൽ ഉടമയുടെ അക്കൗണ്ടിൽ നിന്ന് പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് കോടികളെത്തി. USDT ക്രിപ്റ്റോ കറൻസി വഴിയാണ് ചാനൽ ഉടമ പണം കൈമാറ്റം ചെയ്തത്. ബാർക്ക് ജീവനക്കാരൻ പ്രേംനാഥും കേരളത്തിലെ ചാനൽ ഉടമയും നിരന്തരം നടത്തിയ ഫോൺ വിളികളുടെയും വാട്സ്ആപ്പ് ചാറ്റുകളുടെയും വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടു. ഈ വർഷം മെയ് 17 രാവിലെ ചാനൽ ഉടമ പ്രേംനാഥിന് വാട്സപ്പിലൂടെ സ്കോർ എത്ര എന്ന് ചോദിക്കുന്നു. പിന്നീട് ഉച്ചതിരിഞ്ഞ് ചാനൽ റേറ്റിംഗ് പോയിന്റ് പ്രേംനാഥ് ചാനൽ ഉടമയെ ചാറ്റ് വഴി അറിയിച്ചു. പിന്നീട് വന്ന റേറ്റിംഗിൽ ഈ നമ്പർ കൃത്യമായിരുന്നു എന്നതും തട്ടിപ്പിന് തെളിവ്. ചാനൽ ഉടമയെ നിരന്തരം വിളിച്ച് പ്രതികരണം ലഭിക്കാതിരുന്നപ്പോൾ പ്രേംനാഥ് അയച്ച സന്ദേശമാണിത്. പെയ്ഡ് എന്നായിരുന്നു ഇതിന് ചാനൽ ഉടമയുടെ മറുപടി. പണം കൊടുത്ത് റേറ്റിംഗ് നേടുന്നതിനൊപ്പം പ്രേക്ഷക പിന്തുണ അളക്കുന്ന റേറ്റിംഗ് മീറ്ററുകൾ എവിടെയെല്ലാം സ്ഥാപിച്ചു എന്ന് വ്യക്തമാക്കുന്നതിന് ആ പ്രദേശത്തിന്റെ പിൻകോഡുകളും പ്രേംനാഥ് ചാനൽ ഉടമയ്ക്ക് കൈമാറി. റേറ്റിംഗ് കൂട്ടി പരസ്യവരുമാനം കൂട്ടുക മാത്രമല്ല, മറ്റ് ചാനലുകളുടെ റേറ്റിംഗ് താഴ്ത്താനുള്ള ശ്രമങ്ങൾ വേറെ. വരുന്ന ആഴ്ചകളിൽ 24ന്റെ റേറ്റിംഗ് 4ാം സ്ഥാനത്തെത്തുമെന്ന് കഴിഞ്ഞ ദിവസം ചാനൽ മുതലാളിക്ക് പ്രേംനാഥ് സന്ദേശം അയച്ചിട്ടുണ്ട്. പ്രേംനാഥിന്റെ ട്രസ്റ്റ് വാലറ്റിലേക്ക് തട്ടിപ്പിലൂടെ ഒഴുകിയെത്തിയ കോടികൾ ഇതര സംസ്ഥാനങ്ങളിലും സമാന തട്ടിപ്പുകൾ നടക്കുന്നു എന്നതിന്റെ തെളിവാണ്. റേറ്റിംഗ് തട്ടിപ്പിൽ അന്വേഷണം നടത്തിവരികയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ 24നോട് പരാതി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അന്വേഷണത്തിന് വേണ്ടി ഓഫീസേഴ്സ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതിലെ സൈബർ ഡിവിഷൻ ഓഫീസേഴ്സ് ഇതിലെ പ്രിലിമിനറി എൻക്വയറി നടത്തിയിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ ശേഖരിച്ചതിനു ശേഷം അതിന്റെ നിയമപരമായിട്ട് നടപടിക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. റേറ്റിംഗ് തിരിമറിയിൽ മുഖ്യമന്ത്രിക്കും ബാർക്ക് സിഇഒയ്ക്കും 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പരാതി നൽകി. കേരളത്തിലും ഇന്ത്യയിലെ പലയിടങ്ങളിലും റേറ്റിംഗ് തട്ടിപ്പുകൾ നടക്കുന്നു. ഒരു എൻ്റെ ചില സംശയങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു അപേക്ഷ ഞാൻ അദ്ദേഹത്തിന് നൽകി. അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് ആ പരാതി അയച്ചു കൊടുത്തു. ആ പരാതിയിൽ ഇപ്പോഴും അന്വേഷണം നടക്കുകയാണ്. എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ പരാതിയിൽ ഉന്നയിച്ച പല കാര്യങ്ങളും നടക്കുന്ന സത്യങ്ങളാണെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ബാർക്കിന് പുറമെ യൂട്യൂബ് വ്യൂവർഷിപ്പിലും വ്യാപക തട്ടിപ്പ് നടത്താൻ ഫോൺ ഫാമിംഗ് എന്ന സാങ്കേതിക വിദ്യയും ചാനൽ ഉടമ ഉപയോഗിച്ചു. മലേഷ്യ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളിലെ ഏജൻസികൾക്ക് കോടികൾ നൽകി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് യൂട്യൂബ് വ്യൂവർഷിപ്പ് ഉയർത്തിയാണ് ഈ തട്ടിപ്പ്. ടീം 24. ചാനൽ റേറ്റിംഗ് തട്ടിപ്പുമായി 24 പുറത്തുവിട്ട വാർത്തകൾ വളരെ ഗൗരവതരമെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. എന്ത് അഴിമതിയാണ് നടന്നതെന്ന് പുറത്തറിയണം, ബന്ധപ്പെട്ട ഏജൻസികൾ അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. പുറത്തു വന്ന വാർത്തകൾ വളരെ ഗൗരവതരമാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഏജൻസിയെ കൊണ്ട് ഗൗരവതരമായി ഇക്കാര്യം അന്വേഷിപ്പിക്കണം. എന്താണ് നടന്നത് എന്ന് പുറത്തറിയണം. എന്ത് അഴിമതിയാണ്, ഏത് രീതിയിലുള്ള അഴിമതിയാണ് നടക്കുന്നത് എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. ഉറപ്പായിട്ട് അത് പുറത്തു വരണം. കൃത്യമായ അന്വേഷണം നടക്കണം. ഹോങ്കോങ്ങിലെ തായ്പോയിൽ ബഹുനില കെട്ടിട സമുച്ചയങ്ങളുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 55ആയി. 250 പേരെ കാണാനില്ല. അശ്രദ്ധമായി നിർമ്മാണ ജോലി കൈകാര്യം ചെയ്തതിന് കെട്ടിട നിർമ്മാണ കമ്പനിയിലെ 3 ഉദ്യോഗസ്ഥരെ അറസ്റ്റ് ചെയ്തു. ഹോങ്കോങ്ങിൽ കഴിഞ്ഞ 63 വർഷത്തിനിടെ ഉണ്ടായ ഏറ്റവും കനത്ത തീപിടുത്തമാണ് ഇന്നലെ ഉണ്ടായത്. തായ്പോയിലെ വാങ് ഫുക് കോട്ട് എന്ന ഹൗസിംഗ് കോംപ്ലക്സിലെ 32 നില കെട്ടിട സമുച്ചയത്തിലായിരുന്നു തീപിടുത്തം. ദുരന്തമുണ്ടായി 20 മണിക്കൂറുകൾ പിന്നിടുമ്പോഴും 8 ടവറുകളിൽ 3 നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല. മരണനിരക്ക് ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ടുകൾ. കെട്ടിടങ്ങളിൽ താമസിച്ചിരുന്നവരിൽ ഭൂരിഭാഗവും മുതിർന്നവരായതിനാൽ ഒഴിപ്പിക്കുന്നത് ബുദ്ധിമുട്ടേറിയ ദൗത്യമായിരുന്നു. അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി കെട്ടിടങ്ങളുടെ ചുറ്റിലും കെട്ടിയിരുന്ന മുളവേലിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് വിവരം. ജനാലകൾക്ക് മറയായി പോളിസ്ട്രെയിൻ ബോർഡുകൾ സ്ഥാപിച്ചിരുന്നത് തീ അതിവേഗം കത്തിപ്പറ്റാനിടയാക്കി. 800ഓളം അഗ്നിശമന സേനാ പ്രവർത്തകരാണ് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ ഒരു അഗ്നിശമന സേനാ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. അശ്രദ്ധമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്തതിന് 3 കെട്ടിട നിർമ്മാണ ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അഗ്നിബാധയെ തുടർന്ന് ഒഴിപ്പിച്ച 900ഓളം പേർ താൽക്കാലിക ഷട്ടറുകളിൽ തുടരുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈ വാർത്തയോടെ ഇന്നത്തെ പ്രൈം ടൈം അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു നല്ല രാത്രി ഞാൻ നേരുന്നു. ശുഭരാത്രി. ഗുഡ് നൈറ്റ്, ഗുഡ് ബൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.